ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനെപ്പോഴും ഹാപ്പിയാണെന്ന് മിററിൽ നോക്കി പറയുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും രാത്രി കിടക്കുന്നതിന് മുന്നേയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, നമ്മൾ എന്താണോ വിചാരിക്കുന്നത് നമുക്കതിനെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മുടെ ചിന്തയാണ്, നമ്മുടെ മനസ്സാണ് അതിനെല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് റെഡി ആയി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി അല്ലേ, ഇപ്പോഴത്തെ ക്ലൈമറ്റ്, ഇപ്പോഴത്തെ ഫുഡ് എല്ലാം കെമിക്കൽ ബേസ് ആണല്ലേ. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഹെൽത്ത് നല്ല ഫിറ്റായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും. നമുക്ക് ഫിസിക്കലി ഒരു ഫിറ്റ്നസ് വേണം അല്ലേ. പലരും ചിലപ്പം ശാരീരികമായിട്ട് അസുഖങ്ങളൊന്നും കാണില്ല, മാനസികമായിട്ടുള്ള ടെൻഷൻസാണ് പലരെയും ഒരു ഫിസിക്കൽ അൺഫിറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മെഡിറ്റേഷനെ കൺവേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഫിസിക്കലി എൻ്റെ മൈൻഡ് എപ്പോഴും ഡൗണാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടി ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് ചുറ്റിനുമുള്ള ആൾക്കാർ നമുക്ക് തരുന്ന കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. ഇതൊക്കെ ഞാനിന്ന് ചിന്തിച്ചെടുക്കുമ്പോഴുള്ള ടെൻഷൻസ്. അപ്പോൾ ഇത് കൂടി ഇരട്ടിയാവുകയാണ്. ഞാനിത് എപ്പോഴും ചിന്തിച്ചിരിക്കുമ്പം അത് മടങ്ങുകളോളം ഇരട്ടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. കുറയത്തില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചിന്തകളെ കൊണ്ട് അടുത്ത ചിന്തകൾ ഉണ്ടാക്കാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ചിന്തനെ പകുതിയാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിങ്ങനെ കൂടി അവസാനം നമ്മൾ ഫിസിക്കലി അൺഫിറ്റ് ആവാൻ തുടങ്ങും. തലവേദന, ഉറക്കമില്ലായ്മ, നമ്മൾ സ്ഥിരമായിട്ട് ഉറക്കമില്ലായ്മ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കവിടെ BP ഇഷ്യൂ വന്നു. എനിക്കിപ്പോൾ പെട്ടെന്ന് BP കുറയുന്ന പ്രശ്നം വന്നു. പിന്നെ ട്രിപ്പ് ഇടേണ്ടി വന്നു. അങ്ങനെയുള്ള ഇഷ്യൂസ്. മൈഗ്രെയിൻ സ്ഥിരമായി. വോമിറ്റിങ്, ഒരു പ്രശ്നമില്ല, ടെൻഷൻ അടിച്ച് കുറേ കഴിയുമ്പോഴത്തേനും ഞാനിന്ന് വോമിറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അസിഡിറ്റി. അപ്പോൾ അതാണ് നമ്മുടെ മൈൻഡ് ഇങ്ങനെ ആകുന്നതുകൊണ്ടാണ്. ശരിയാണ്, നമുക്ക് കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ലോകത്ത് ജീവിക്കണം അല്ലേ. നമുക്ക് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എങ്ങനെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും? നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് എവിടെ നോക്കിയാലും പ്രോബ്ലംസും കാര്യങ്ങളും കാണും. നമ്മളതിനെ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ ധൈര്യമായിട്ട് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ലൈഫ് നേരെ ആക്കിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒരാൾക്കും പറ്റില്ല കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും പുറത്ത് നിന്ന് ഉപദേശിക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റങ്ങൾ വേണമെന്ന് ഞാൻ എപ്പോൾ ആഗ്രഹിച്ചോ, ഞാൻ എപ്പോൾ തീരുമാനിച്ചോ, അപ്പോൾ തൊട്ടാണ് എൻ്റെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട്സ് വേണം. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മതി. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന, നമ്മളെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് താഴത്തേക്ക് വരികയുന്ന ഫ്രണ്ട്സ് അല്ല. നമ്മൾ എത്ര നെഗറ്റീവായിട്ടിരുന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്താൻ പറ്റുന്ന ഫ്രണ്ട്സ് ആയിരിക്കണം. ഫ്രണ്ട്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് അവരെ എപ്പോഴും പോയി ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. എപ്പോഴും അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യൽ അവരുടെ ജോലിയാക്കി തീർക്കുന്ന രീതിയിലാവരുത്. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ അതിൽ നിന്ന് എഴുന്നേറ്റ് വരണം. അല്ലാതെ കംപ്ലീറ്റ്ലി എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്കൊരു തലവേദനയായി പോകരുത്. അപ്പം ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, ഏതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിരിക്കണം റിലേഷൻഷിപ്പ്. എല്ലാ റിലേഷൻഷിപ്പും, അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും മ്യൂച്വലി രണ്ട് പേർക്കൂടെ ഒരു ഗ്രോത്ത് ഉണ്ടാവണം. അപ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഏത് റിലേഷനാണെന്നുണ്ടെങ്കിലും, ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ, ഇപ്പോൾ അമ്മ മക്കൾ, ഹസ്ബൻഡ് വൈഫ്, സിബ്ലിങ്സ് തമ്മിൽ, അങ്ങനെ എന്ത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, അവിടെ മ്യൂച്വലി ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, മ്യൂച്വലി ഗ്രോത്ത് ഉണ്ടാവണം. അതാണ് റിലേഷൻഷിപ്പ് എപ്പോഴും. അപ്പോഴാണ് ആ ഒരു ബന്ധം നല്ല സുന്ദരമാകുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ പോകും. അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ മൈൻഡിൻ്റെ ആ ഒരു വൈബ്രേഷനെ ഹൈയസ്റ്റ് ആക്കി വെക്കാനായിട്ട് നോക്കണം. നമ്മൾ വിചാരിച്ചാൽ പറ്റുമെന്നേ. നമ്മൾ ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പോകും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മൈൻഡ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തലവേദന വരും, വോമിറ്റിങ് വരും, അസിഡിറ്റി വരും, ശരീരത്തിനൊക്കെ വേദനയുള്ളതുപോലെ തോന്നും. ഭയങ്കരമായിട്ട് വിരഹ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് കരഞ്ഞിരിക്കുന്നവരിൽ ഒരു പ്രശ്നം കാണില്ല. പക്ഷേ അവരുടെ ആ ഒരു സങ്കടം നെഗറ്റീവ് അടിച്ചടിച്ച് വിഷമിച്ച് കരഞ്ഞിരുന്ന് പട്ടിണി കിടന്ന് ശരീരത്തിനൊക്കെ വേദന പോലെ, എഴുന്നേക്കാൻ മേലാത്ത പോലെ, തളർന്ന് വീഴുന്നത് പോലെ, അതൊക്കെ മനസ്സിൻ്റെയാണ്. നമ്മളപ്പം മനസ്സിനെ പതുക്കെ ഒന്ന് പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റും. ഒന്നിനും പറ്റുകയില്ല എന്ന് പറഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിടക്കാനേ പറ്റുള്ളൂ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ അഫർമേഷൻ എഴുതുമ്പം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി എഴുതേണ്ട രീതി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. എൻ്റെ അസുഖം മാറ്റി തന്നതിന് നന്ദി എന്ന് എഴുതരുത്. എൻ്റെ രോഗം മാറ്റി തന്നതിന് നന്ദി എന്ന് എഴുതരുത്. നമുക്ക് ഈ അസുഖം, രോഗം അങ്ങനത്തെ ഉള്ള നെഗറ്റീവ് വേർഡ്സ് ഒന്നും വേണ്ട. അപ്പോൾ ക്യാൻസൽ എന്ന് പറഞ്ഞുകൊള്ളുക. എൻ്റെ ആരോഗ്യത്തിന് നന്ദി, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഫിസിക്കലി ഫിറ്റ് ആക്കിയതിന് നന്ദി, എൻ്റെ ആരോഗ്യത്തിന് നന്ദി എന്നുള്ളത് എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. എപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 hours എന്നല്ല. നിങ്ങൾ രാവിലെയാണ് എഴുതുന്നുണ്ടെങ്കിൽ രാവിലെ, രാത്രി കിടക്കുന്നതിന് മുന്നാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എൻ്റെ ആരോഗ്യത്തിന് നന്ദി. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എത്ര തവണ എഴുതണം. നിങ്ങൾ ഒരു തവണ എഴുതി വെച്ചാൽ മതി. ഡെയിലി ഒരു 10 അഫർമേഷൻ എഴുതുക. അത് എഴുതുമ്പം നിങ്ങളത് എഴുതി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഓരോ അഫർമേഷൻസും ഹൃദയത്തിൽ കൈ ചേർത്ത് വെച്ചിട്ട് എൻ്റെ ആരോഗ്യത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം വീണ്ടും മനസ്സിലൊന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിൽ കൈ വെച്ചിട്ട് നന്ദി 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 എന്ന് 3 തവണ ഒന്ന് പറഞ്ഞേക്കാം. നമ്മളൊരു 10 ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും എന്നറിയാമോ? അത് അനുഭവിച്ച് അറിഞ്ഞാലേ പറ്റുള്ളൂ. സത്യമാണ്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നമ്മുടെ ഫിസിക്കലി നമ്മളൊന്ന് നമ്മളെ ഫിസിക്കലി നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ഒന്ന് അടിപൊളിയാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ചെയ്യരുത്. നല്ല കോൺഫിഡൻസോടു കൂടി, ഇഷ്ടത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ മുടി, നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരിക്കും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതായിരിക്കും, എന്തോ ആയിക്കോട്ടെ. നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു കെയറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്കൊരു വിശ്വാസം വേണം, ഒരു കോൺഫിഡൻസ് വേണം. ഞാനിതെങ്ങനെയെങ്കിലും എൻ്റെ ഹെയറിനെ റെഡിയാക്കി എടുക്കും. അത് ഹെയറിനോട് പറയുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ എന്നൊക്കെയുള്ള ഒരു പ്രെയർ നമ്മുടെ ഹെയറിനോടും പറയാം. പറയുക, ഞാൻ എൻ്റെ മുടിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഒരു ഉമ്മയെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. സ്പ്രെഡ് ലവ്. നമ്മുടെ ഫിസിക്കലി നമ്മുടെ ഓരോ പാർട്സിനോടും നമുക്ക് നമ്മുടെ ലവിനെ കാണിക്കാം. ഓക്കെ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ചേഞ്ച് വരും. നമ്മൾ ഓട്ടോമാറ്റിക്കലി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. നമുക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രണയം തോന്നും. ആ ഒരു രീതിയിലായിരിക്കും. നമുക്ക് എപ്പോഴും ഒരു ചിരി തോന്നും മനസ്സിൽ. അത് വേണം. അങ്ങനെ ഒരു ഹാപ്പിനെസ് എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പം നമുക്ക് നമ്മളെവിടെ പോയി, ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഞാൻ ആരെങ്കിലും കൂടെ പോയാലേ, എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലേ, ഇപ്പോൾ പുറത്തൊക്കെ പോയാൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, ആരും ഇല്ലെങ്കിൽ എനിക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ചിലപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞ് വാവയുണ്ടാവും, ഞാൻ അവനെ കയ്യിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ കുഞ്ഞിനെ ഡേ കെയറിലാക്കിയിട്ട് പോകും. അങ്ങനെയൊക്കെ പല ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ അതുമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന നമ്മുടെ ആ ഒരു ഒറ്റപ്പെടലിനെ നമ്മൾ എപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നോ, ആ ഒരു ഒറ്റപ്പെടൽ നമ്മൾ ആ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുന്നോ, അപ്പോൾ തൊട്ട് നമുക്ക് ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അവരുണ്ടെങ്കിലേ ഇവരുണ്ടെങ്കിലേ ഞാൻ നിലനിൽക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ല. അങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്കും ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഞാൻ എവിടെ പോയാലും ഞാൻ ഓക്കെ ആവും, ഞാൻ എവിടെ ചെന്നാലും ജീവിക്കും, എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ എന്ന് നിങ്ങളിൽ വിശ്വസിക്കുക. എനിക്ക് എന്നിലൊരു വിശ്വാസം വേണം, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും, എനിക്ക് ഓക്കെ ആവണം എന്നുള്ളത്. ആകുമോ ആകത്തില്ലയോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നമുക്കെല്ലാവർക്കും എല്ലാം സാധിക്കും. ഞാൻ പറയാം, നമ്മുടെ മൈൻഡിൻ്റെയാണ്. മനഃശക്തി കൊണ്ട് മാത്രം പല അസുഖങ്ങളിൽ നിന്നും റിക്കവർ ചെയ്ത എത്രയോ സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടല്ലേ. പലർക്കും അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നല്ല ഇച്ചിരി പാടാണ്. എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടുകൂടി കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാനായിട്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പറയുന്നതൊക്കെ നിങ്ങൾ വായിക്കുമ്പം തന്നെ നമ്മുടെ കുറേ ചിന്താഗതിയിൽ കുറേയൊക്കെ മാറ്റം വരും. പിന്നെ നമ്മൾ ഓവറായിട്ട് ഒരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ നമ്മുടെ അഭിപ്രായം പറയാം. ഇനി നമ്മൾ ഇടപെടേണ്ടാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഇടപെടാൻ പോവാതിരിക്കുക. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഇഷ്ടങ്ങൾ, കുഞ്ഞു കൊച്ചിനാണെങ്കിൽ പോലും കുഞ്ഞിനാണെങ്കിൽ പോലും അവൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ എല്ലാം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക. നമ്മളായിട്ട് ആരോടും അങ്ങോട്ടൊരു പ്രശ്നങ്ങളൊക്കെ പോകണ്ട, പരദൂഷണത്തിന് ഒന്നിനും പോകണ്ട. നമ്മളതായിട്ടുള്ള ആ ഒരു വേൾഡിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഇടയ്ക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക, അങ്ങനെയൊക്കെ പോവുക. ലൈഫ് നല്ല രീതിയിൽ പോകാൻ പറ്റും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇപ്പോൾ എനിക്കിന്ന് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് എഴുതി വെക്കുക. നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. എല്ലാം പ്ലാൻ ചെയ്ത് ഒരു ജേണൽ തയ്യാറാക്കി വെച്ചിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ആ ദിവസത്തെ എക്സാക്ട്ലി കൊണ്ടുപോകാൻ പറ്റും.
നിങ്ങളിന്ന് രാത്രി കിടക്കുമ്പോൾ നിങ്ങളുടെ നാളത്തെ ദിവസം എന്തായിരിക്കും എന്നുള്ളത് ഞാനത് എഴുതി കാണിക്കാം കേട്ടോ. എങ്ങനെയായിരിക്കണം എന്നുള്ളതൊന്ന് എഴുതി ആത്മാർത്ഥമായിട്ട് എഴുതിയിട്ട് അതൊന്ന് വായിച്ചിട്ടൊന്ന് കിടക്കുക കേട്ടോ. നിങ്ങൾ എന്താണോ എഴുതിയത് എക്സാക്ട്ലി അതുപോലെ ആയിരിക്കും ആ ഒരു ദിവസം, സത്യമായിട്ടും. നിങ്ങളപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഹെൽത്ത് ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ എന്താ, എൻ്റെ ആരോഗ്യത്തിന് നന്ദി, എൻ്റെ ആരോഗ്യത്തിന് നന്ദി അങ്ങനെ പറയുക. ശരീരത്തിനൊക്കെ നന്ദി, നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്സിനും നന്ദി പറയുക. കണ്ണുകൾക്ക്, മൂക്കിന്. എനിക്ക് ഐബ്രോസ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ, തിക്നെസ് കുറവായിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് കളർ കുറവായിരുന്നു, ഒരു ബ്രൗണിഷ് കളറായിരുന്നു എൻ്റെ ഐബ്രോയ്ക്ക്. ഇപ്പോഴും ഉണ്ട്, ബ്രൗണിഷ് കളറാണ് ഇപ്പോഴും. എന്നിരുന്നാലും ഇത്രയും കട്ടി ഇല്ലായിരുന്നു. അപ്പം എനിക്ക് എപ്പോഴും ഒരു വിഷമം പോലെയായിരുന്നു. അയ്യോ, എനിക്ക് ഐബ്രോസ് കുറച്ചും കൂടി തിക്നെസ് വേണം. ബ്ലാക്ക് ഐബ്രോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലവരുടെ ബ്ലാക്ക് കളറിലെ ഐബ്രോസ് കാണാൻ എന്ത് രസമല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ വിഷമമാണ്, അല്ലാതെ ആഗ്രഹം എന്നതിലുപരി എനിക്ക് അതില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഐബ്രോസിൽ ഇങ്ങനെ ചെറിയ കൊഴിച്ചിലൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ പാർലറിലൊന്നും പോകാറില്ലായിരുന്നു, ഞാൻ തന്നെയാണ് ഷേപ്പ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ പാർലറിൽ പോയി ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എനിക്ക് വാവ ചെറുതായിരുന്നു, അപ്പം കുഞ്ഞിനെയും കൊണ്ട് പാർലറിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ഡെലിവറിക്ക് പ്രഗ്നൻസി ആ സമയത്തൊന്നും ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇടയ്ക്ക് എനിക്ക് കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് എന്നെ ഒന്ന് റെഡിയാക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ പിരിയം ത്രെഡ് ചെയ്യാൻ തുടങ്ങിയ, സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് പിരിയം ത്രെഡ് ചെയ്യാൻ മാത്രം, വേറെ ഒരു ബ്യൂട്ടി അങ്ങനത്തെയുള്ള ഫേഷ്യൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പിരികത്തെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് എപ്പോഴും ഞാൻ പറയും എൻ്റെ ബ്യൂട്ടിഫുൾ ഐബ്രോസിന് നന്ദി എന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് രസമാണല്ലേ എൻ്റെ എന്നും ഞാൻ ഉറക്കെ പറയത്തില്ല, ഞാൻ മനസ്സിലിങ്ങനെ പറയും, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറയും. അതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ ഐബ്രോസിന് നല്ല തിക്നെസ് വെച്ചു. സത്യമായിട്ട് നമുക്ക് അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റും നമ്മളുടെ ബോഡിയിൽ, നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ കംപ്ലീറ്റ്ലി ഡാർക്ക്നെസ് ആയിട്ടില്ല, എന്നാലും ഡാർക്ക്നെസ് ആയിട്ടുണ്ട് ഐബ്രോസിന്. നമ്മളങ്ങനെ വിചാരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റും. നമ്മളെ ഹെയറിനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും. നമ്മളിപ്പോൾ ആ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഐബ്രോസിന് തിക്നെസ് വയ്ക്കാനായിട്ട് ഉള്ളിനീര് അല്ലെങ്കിൽ ആവണക്കെണ്ണ അതൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഡെയിലി അങ്ങനെയൊന്നും പറ്റാറില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു തിരക്ക് പിടിച്ചൊരു കാര്യങ്ങളാണല്ലോ. നേരത്തെയൊക്കെ റഷായിട്ട് ഓടി നടന്ന് മടുക്കുമായിരുന്നു, എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു മടുപ്പ് തോന്നും. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല, ഇപ്പോൾ ഞാനെല്ലാം ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങുക. നമുക്കത് വളരെ ഈസി ആയിട്ടും ലൈറ്റായിട്ടും തോന്നും. അങ്ങനെ ചെയ്ത് തുടങ്ങുക, ഇഷ്ടപ്പെട്ട് ചെയ്യുക. എല്ലാം നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജോലി എന്താണോ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, നല്ല രസമല്ലേ, മക്കളെയൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഇപ്പം ഒരുപാട് റീൽസും കാര്യങ്ങളുമൊക്കെ ചില സ്ത്രീകൾക്ക് വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാനും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും മറ്റുള്ളവരുടെ വാക്കുകൾക്കൊന്നും നിങ്ങൾ വീട്ടു ജോലി ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പഠിത്തം ഉണ്ടെങ്കിൽ പുറത്ത് ജോലിക്ക് പോകണം, അങ്ങനെ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ പഠിച്ചു, ചില ആൾക്കാർക്ക് ഞാൻ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഹൗസ് വൈഫ് എന്നുള്ള ഒരു പദവിയായിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ആ ഇഷ്ടത്തെ മാനിക്കുക. അപ്പോൾ അങ്ങനെ എന്താണോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെ കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ട് അതിനോട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരുന്ന് മുന്നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും നോക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണമെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. എൻ്റെ ലൈഫിൽ എന്ത് വേണം, എൻ്റെ സാഹചര്യങ്ങൾ എന്താണ്, ഞാൻ എന്തിലൂടെയൊക്കെ പോയി, എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുള്ളൂ, അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല അല്ലേ. അപ്പം എനിക്കും എന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണ്? വല്ലവർക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. അവർക്കറിയില്ല ഒന്നും, നമ്മുടെ സ്ട്രഗിൾസ്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും അവർക്കറിയില്ല. വെറുതെ കുറ്റം പറയാൻ ഇരിക്കുന്ന ആൾക്കാർ അതിന് മാത്രമേ ഇരിക്കുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലോട്ടൊന്നും കടക്കണ്ട. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. ആരോഗ്യത്തിന് ഹെൽത്ത് ടിപ്പാണിത്. നിങ്ങൾ ഡെയിലി കിടക്കുന്നതിന് മുന്നേ തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. എൻ്റെ ആരോഗ്യത്തിന് നന്ദി, വളരെ സന്തോഷമായിട്ട്, വളരെ ഹാപ്പി ആയിട്ട് അതങ്ങ് പറയുക. പറ്റുമെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് പറയാം എൻ്റെ ആരോഗ്യത്തിന് നന്ദി എന്നുള്ളത്. ചുമ്മാ ഒന്ന് ചിരിക്കാൻ നോക്കുക, സ്വന്തമായിട്ട് മുഖത്ത് നോക്കി കണ്ണാടി നോക്കിയിട്ട് ഒരു റൊമാൻറ്റിക് ആയിട്ട് അങ്ങ് ചിരിച്ച് നോക്കുക. ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. ആ അർത്ഥങ്ങളെ പിന്നീട് നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും.